ഹലോ അസ്സാം വലൈക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ ബീഡ്സ് എത്തിയിട്ടുണ്ട്. പുതിയൊരു ഐറ്റം ബീഡ്സാണ്. അത്യാവശ്യം വലുപ്പമുണ്ട് കേട്ടോ. വലുപ്പം എന്ന് വെച്ചാൽ കണ്ടോ നല്ല കട്ടിയുണ്ട് കേട്ടോ. ഇത് ഹെയർ ബോയിനെക്കാട്ടും നല്ലത് ബ്രേസ്ലെറ്റ് നമ്മൾ ഒരു സെൻട്രലായിട്ട് ബ്രേസ്ലെറ്റിന് സെൻട്രലായിട്ട് വെച്ചിട്ട് ഇതിൻ്റെ അപ്പുറത്തൊക്കെ ആയിട്ട് ചെയ്യുമല്ലോ, അങ്ങനെയൊക്കെ ചെയ്യാം. അതുപോലെ മാലയായിട്ടൊക്കെ ചെയ്യാൻ പറ്റുന്നതാണ്, നല്ലതാണ്. ഇത്ര വിടുത്ത് വരുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് വീഡിയോയിൽ കാണുന്നുണ്ട് കരുതുന്നുണ്ട്. നല്ല കട്ടി വരുന്നുണ്ട്. ഇതിന് 7 കളേഴ്സാണ്, ഡിഫറെൻറ്റ് കളേഴ്സ് ഒക്കെ. നമ്മളെ ഫാൻസി കളർ എന്ന് പറയുമല്ലോ, ഡിമ്മായിട്ടുള്ള കളറല്ല, ഒക്കെ ലൈറ്റ് കളേഴ്സ്, നല്ല ഭംഗിയുള്ള കളേഴ്സാണ് വന്നിട്ടുള്ളത് കേട്ടോ. ഇപ്പോൾ ഇതിൻ്റെ അടുത്ത് ഇത്രേ സ്റ്റോക്കുള്ളൂ. ഇനി ഇത് കൂടുതൽ കിട്ടണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വരും. കാരണം നമ്മൾ പെട്ടെന്ന് സ്റ്റോക്ക് ആവാറുണ്ട് എല്ലാ ഐറ്റംസും. അധികം ചിലത് മാത്രമേ അവിടെ നിൽക്കാറുള്ളൂ, അല്ലാത്തതൊക്കെ പെട്ടെന്ന് സ്റ്റോക്ക് ആവാറുണ്ട്. അപ്പോൾ ഇതും വേണമെന്നുള്ളവർ എത്ര ഗ്രാം റേറ്റും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഗ്രാമിൽ എത്ര പീസ് ഉണ്ടാവും എന്നൊക്കെ ഞാൻ വീഡിയോയിൽ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം. പിന്നെ ഗ്ലാസ് ബീഡ് എത്തിയിട്ടുണ്ട്. ഗ്ലാസ് ബീഡ് ഇപ്രാവശ്യം എത്തിയിട്ട് ഫുൾ കളർ വരുന്ന ടൈപ്പാണ് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യത്തെ അതുപോലെയല്ല വന്നിട്ടുള്ളത്. അപ്പോൾ ഇനി എൻ്റെ വീട് കൂടി എത്താനുണ്ട്. എൻ്റെ വീട് കൂടി എത്തിയാലും നമ്മൾ കിറ്റ് റീസ്റ്റാർട്ട് ചെയ്യും കേട്ടോ. 350 രൂപയുടെ കിറ്റിന് കുറേ പേര് പേയ്മെൻറ്റ് അടച്ചവരുണ്ട്. അവർക്കൊക്കെ വെയിറ്റിംഗ് ലിസ്റ്റിലാണ്. കാരണം അവർക്ക് എൻ്റെ വീടും ഗ്ലാസ് ബീഡ് കൂടി എത്തിയിട്ടും അതുപോലെ റെയിൻബോ ബീഡും തീർന്നിട്ടുണ്ട്. അപ്പോൾ തിങ്കളാഴ്ച അവരെ ബണ്ടിലെത്തുമെന്ന് പറഞ്ഞാൽ അവർക്ക് തിങ്കളാഴ്ച എത്തുകയാണെങ്കിൽ എനിക്കൊരു ബുധനാഴ്ചൻ്റെ ഉള്ളിൽ സാധനം ഇവിടെ എത്തും ഇൻഷാ അല്ലാ. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ 2 ദിവസം കൊണ്ട് തന്നെ കിറ്റിൻ്റെ ആൾക്കാർക്കൊക്കെ കിറ്റ് അയച്ചു കൊടുക്കും. അല്ലാതെ പുതിയൊരു കിറ്റ് 500 രൂപയുടെ കിറ്റ് ആയിട്ട് ചെയ്യണമെന്നുണ്ട്, എല്ലാ ബീഡ്സ് ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ളൊരു കിറ്റ്. പക്ഷെ അതിന് ഞാൻ എൻ്റെ ബീഡ്സ് എത്താതെ ഞാൻ എന്ത് ചെയ്യാനാണ്? അപ്പോൾ എൻ്റെ ബീഡ്സ് എത്താൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇത് എത്ര പീസ് ഉണ്ടാവും, ഞാൻ 25 ഗ്രാമിൽ എത്ര പീസ് ഉണ്ടാവുമെന്ന് ഞാൻ വീഡിയോയിൽ ഡീറ്റെയിൽസ് ആയിട്ട് കാണിച്ചു തരുന്നുണ്ട്. പിന്നെ നിങ്ങൾ ചോദിക്കരുത് വാട്സപ്പിൽ ഇതെത്ര പീസ് ഉണ്ടാവും അതെത്ര പീസ് ഉണ്ടാവുമെന്ന്. നമുക്ക് ഈ പീസ് കാണിച്ചു തരാൻ പറ്റുന്നൊക്കെ ഞാൻ കാണിച്ചു തരുന്നുണ്ട്. കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ മുഴുവൻ കാണാൻ നോക്കുക കേട്ടോ. അപ്പോൾ ഏതൊക്കെ കളറാണ് കാണിച്ചു തരാം. ആദ്യം വന്നിട്ടുള്ളതാ, ഇതൊരു പിസ്ത പോലത്തെ ഒരു കളർ ഉണ്ടാവുമല്ലോ, പിസ്ത കണ്ടോ. ഈ പാക്കറ്റൊക്കെ പൊട്ടിയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. ഒരു കഷ്ടം. പിന്നെ ഒരു പാക്കറ്റ് ഇത് 2 പാക്കറ്റാണ് വന്നിട്ട്. ഈ പിസ്തയിൽ കണ്ടോ, ഇത് 400 സംതിങ് ഗ്രാമുള്ള, 500 ഗ്രാമിന് 80 ഗ്രാമോളം കുറവാണിത്. ഇതൊക്കെയാണ് അവസ്ഥ. നമുക്ക് പാർസൽ വരുമ്പോൾ അവസ്ഥ ഇതൊക്കെയാണ്. എന്നിപ്പോൾ നമ്മൾ ആരോട് പറയാനാ? ഒക്കെ വെയിറ്റ് ഇതൊക്കെ ഇങ്ങനെ പൊട്ടിയിട്ട് വെക്കണം, കാരണം വെയിറ്റ് ഉണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ ഇത് ഈ ഒരു കളറ്. പിന്നെ സ്കൈ ബ്ലൂവിൻ്റെ ഒരു കളറാണ് കേട്ടോ. സ്കൈ ബ്ലൂ ഉണ്ടാവുമല്ലോ, അതുപോലത്തെ ഒരു കളറാണ് ഇത്. പിന്നെ യെല്ലോ, ബേബി പിങ്ക്, എല്ലാ മെറ്റീരിയൽസും ഞാൻ എടുക്കുന്ന എല്ലാ മെറ്റീരിയൽസും ബേബി പിങ്ക് വരുന്നുണ്ട് കേട്ടോ. എനിക്ക് കൂടുതൽ ഓർഡർ ഉള്ളതും ബേബി പിങ്കിനാണ്. എല്ലാവരും ചോദിക്കുന്നത് ബേബി പിങ്ക്, സ്കൈ ബ്ലൂ, ലാവൻഡർ അങ്ങനെയൊക്കെ ചോദിക്കുന്നത്. അപ്പം ഞാൻ ബേബി പിങ്ക് എല്ലാത്തിലും ഓർഡർ ചെയ്യാറുണ്ട്. ഈ ഗ്ലാസ് ബീഡിലും ബേബി പിങ്ക് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ ഇത് ബേബി പിങ്ക്, ഇത് ലാവൻഡറാണ് കേട്ടോ. പർപ്പിൾ എന്ന് പറയില്ല, ലാവൻഡറാണ്. ലാവൻഡർ ഷെയ്ഡാണ് വന്നിട്ടുള്ളത് കേട്ടോ. ഇതൊന്ന് പൊട്ടിച്ച് കാണിച്ചു തരാത്ത എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ആ പെയിൻറ്റ് പണി കൂടി ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് പൊട്ടിക്കാത്തത് കേട്ടോ. വേണമെന്നുണ്ടെങ്കിൽ പൊട്ടിച്ച് കാണിച്ചു തരാം. ഇപ്പം ഞാനിങ്ങനെ കാണിച്ചിരുന്നു. പിന്നെ പിങ്ക് ഉണ്ട് കേട്ടോ, പിങ്കാണേ. ബേബി പിങ്കും ഉണ്ട്, പിങ്കും ഉണ്ട്. ഇതിലെല്ലാ കളേഴ്സും വരാറുണ്ട്. ഒരുവിധം ഇതൊക്കെ വരുന്നുണ്ട്. നമ്മൾ ഐസ് ബീഡ്സിലും വന്നിട്ടുണ്ടായിരുന്നു, ഷൈനിങ് ബട്ടർഫ്ലൈ ബീഡ്സിലും വന്നിട്ടുണ്ടായിരുന്നു. ഇതാണ് ഇത്. പിന്നെ ബ്രൗൺ കളർ ഉണ്ടാവുമല്ലോ, ആ കളർ കേട്ടോ. അപ്പോൾ ഇത് വെച്ചിട്ട് എനിക്ക് തോന്നുന്നു ഹെയർ ബോയിനെക്കാട്ടിലും ഹെയർ ബോയ് ചെയ്യാം. സെൻറ്ററിൽ ഒറ്റ പീസ് മാത്രം വെച്ചിട്ട് ചെയ്ത് കൊടുത്താൽ മതി, അതാണ് ഭംഗി. ഫുള്ളായിട്ട് കവർ ചെയ്യാത്ത സെൻറ്ററിൽ ഇത് വെച്ചിട്ട് ഞാനൊരു ബോയ് ഉടനെ ചെയ്യാം കേട്ടോ. എനിക്ക് ഞാൻ നിങ്ങളെ പറ്റിക്കുന്നുണ്ടല്ലേ, ഉടനെ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഒന്നാമത് ടൈമില്ലാത്തതുകൊണ്ടാണ്. എൻ്റെ അവസ്ഥ നിങ്ങൾക്ക് അറിയാമെന്ന് കരുതുന്നു. ഒരാഴ്ച കൂടി കഴിഞ്ഞാൽ ഒക്കെ ഫുൾ സെറ്റാവും. പിന്നെ ഞാൻ പഴയ പോലെ തന്നെയാവും. അപ്പോൾ ഞാൻ നിങ്ങളെ കുറേ ആൾക്കാർ അങ്ങനെ ചോദിക്കുന്നുണ്ട്, നിങ്ങളെന്താ വീഡിയോ ഇടാൻ പറയുന്നുണ്ട്, വീഡിയോ ഇടാത്ത. ഒന്നാമത് എന്താ വെച്ചാൽ വീഡിയോ എടുത്ത് വെച്ച് തന്നെ എനിക്ക് റെക്കോർഡ് ചെയ്യാൻ സമയം കിട്ടാത്തതൊക്കെ ഉണ്ട്. ഒന്നാമത് പാക്കിങ് കൂടി ആകുമ്പോൾ സാധാരണ രാത്രിയൊക്കെയാണ് റെക്കോർഡ് ചെയ്യൽ. ഓൺ വോയിസ് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ റെക്കോർഡ് കൊടുക്കും, അത് രാത്രിയാണ്. ഇപ്പോൾ രാത്രി 11:30-12 മണിയാവും തന്നെ. 11:30-12 മണി തന്നെയാണ്. 12:30 ആവും ചിലപ്പോൾ കിടക്കാൻ, പാക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ട്. അപ്പോൾ അതുകൊണ്ട് പിന്നെ റെക്കോർഡ് ചെയ്യാനൊന്നും തോന്നുന്നില്ല. അപ്പോൾ ഇത്രയും കളേഴ്സാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ കളേഴ്സൊക്കെ എല്ലാം കണ്ടല്ലേ, ഇതാ പിസ്ത പച്ച എല്ലാം. അപ്പോൾ കണ്ടല്ലേ, നമുക്കെന്ത് ഇനി വെയിറ്റ് ഇത് എത്ര പീസ് ഉണ്ടാവുന്നുള്ളത് നോക്കാം കേട്ടോ. നോക്കുന്നതിന് മുന്നേ ഇതുകൂടിയും കഴിഞ്ഞാൽ പിന്നെ ഇതെടുത്തേക്കാലോ. അല്ല
ഇതാണ് ഗ്ലാസ് ബീഡിൽ ഇപ്രാവശ്യം വന്നിട്ടുള്ളത് യെല്ലോയി, പിങ്ക്, പർപ്പിള്, റെഡ്, ഇതൊരു സ്കൈ ബ്ലൂയുടെ ഒരു തന്നെയാണ്, പിന്നെ ഒരു പച്ചയാണ് കേട്ടോ. ഇപ്പോൾ 3 കളേഴ്സാണ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ടുണ്ടായിരുന്നത് വേറൊരു ഗ്ലാസ് ബീഡായിരുന്നു, അത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അതാണ് ഞാൻ കിറ്റിൽ കൊടുത്തുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പോൾ സ്റ്റോക്ക് എത്താത്തതുകൊണ്ടാണ് കേട്ടോ. പിന്നെ ഒരാഴ്ചയിൽ കൂടുതലൊക്കെ പേയ്മെൻറ്റ് എടുത്തിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അവരെ സമ്മതിക്കണമല്ലോ, ഇത് കൈ കിട്ടാൻ വേണ്ടി കാത്തിരിക്കുകയായിരിക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇനി റെയിൻബോ ബീഡും എൻ്റെ വീട് കൂടെ എത്തണം. റെയിൻബോ ബീഡ് എത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ വീട് വെച്ച് ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത്, അതായത് എൻ്റെ വീടും വെച്ച് റെയിൻബോ ബീഡിന് പകരം എൻ്റെ അടുത്ത് റെയിൻബോ ബീഡ് 2 കളറുണ്ട് ഇപ്പോൾ സ്റ്റോക്ക്, ഗ്രീനും ഓറഞ്ചും. അതും പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ വേറെ ഏതെങ്കിലും ആഡൊക്കെ ആക്കിയിട്ട് ഞാൻ അങ്ങനെ സെൻഡാക്കും. കുറച്ച് പേർക്കൊക്കെ ഞാൻ അങ്ങനെ ക്യാൻഡി ബീഡ്സൊക്കെ മിക്സ് ആക്കിയിട്ടൊക്കെ വെച്ചിട്ടാണ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതാക്കണേ ഇതിൻ്റെ ഇത്രയും കളേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ. കണ്ടല്ലോ 6 കളേഴ്സ് കേട്ടോ. ഇത് പൊട്ടിച്ച് കാണിച്ചതിൻ്റെ ആവശ്യമില്ലാന്ന് തോന്നുന്നു. അപ്പോൾ ഇതങ്ങനെ എടുക്കട്ടെ. നമുക്ക് വെയിറ്റ് നോക്കാം. ഇത് കണ്ടോ 1/2 kg ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ ഇതെനിക്കിങ്ങനെ വന്നത്, ഇതൊന്ന് നോക്കൂ കേട്ടോ. കണ്ടോ 434 ഉള്ളൂ, 50 ഗ്രാമിൽ കൂടുതൽ. അതൊക്കെ എൻ്റെ നഷ്ടമാണ്. ഇങ്ങനെ ചിലപ്പം നഷ്ടം ലാഭമൊക്കെ വരും. അതിപ്പോൾ ഈ ബിസിനസ്സിൽ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ നോക്കിയിട്ട് കാര്യമല്ല. അപ്പോൾ ഇനി ഇത് 25 ഗ്രാമിൽ എത്ര പീസ് ഉണ്ടെന്ന് നോക്കാം. ഇവിടെ പൊട്ടിക്കിടക്കുന്ന പാക്കറ്റ് തന്നെ ഉണ്ടല്ലോ, അതൊന്ന് നോക്കാം. ഇതൊന്ന് 10-15 പീസ് ഉണ്ടാവുള്ളൂ എന്ന് തോന്നുന്നു കേട്ടോ. അതിൽ കൂടുതൽ ഉണ്ടാവാൻ ചാൻസ് ഇല്ല. അതാ 28 കേട്ടോ. അപ്പോൾ ഒന്നെടുത്താൽ 24 ആവും. അപ്പോൾ 28 ഗ്രാം ആക്കിയിട്ട് കൊടുക്കേണ്ടി വരും. 1 2 3 4 5 6 7 8 9 10 11 12 13 14 പീസ് ഉണ്ടാവും കേട്ടോ. 25 ഗ്രാമിൽ 14, 25 അല്ല 28 ഗ്രാമിൽ 14 പീസേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇത് ഒരു പീസിന് തന്നെ 1 രൂപ അങ്ങനത്തെ ഒന്നും കിട്ടില്ല. അപ്പോൾ പിന്നെ വേറെ ബീഡ്സുകളൊക്കെ നമ്മൾ 25 ഗ്രാമിൽ ഒരു 3 ഐറ്റം ബീഡ്സൊക്കെ മിക്സ് ആക്കിയിട്ട് കൊടുക്കാറുണ്ടായിരുന്നു. അപ്പോൾ ഇതിലാകുമ്പോൾ അങ്ങനെയും പറ്റില്ല. ഏറി വന്ന 2 ഐറ്റം 2 കളറും മിക്സ് ആക്കിയിട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. കാരണം അറിയാമല്ലോ, അപ്പോൾ ആകെ ഇപ്പോൾ ടോട്ടൽ 14 ഇതേ വരുന്നുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ 2 പീസൊക്കെ വെച്ചിട്ട് എടുക്കണം, അല്ലെങ്കിൽ 3 പീസൊക്കെ വെച്ചിട്ട് എടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ ഇതാണ് ഈ കളർ വരുന്നത് കേട്ടോ. ഇനി വേറെ കളേഴ്സ് കാണിച്ചു തരാം. നിങ്ങൾ അതിനല്ല മെയിനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നത്. ഇതാണ് കേട്ടോ, യെല്ലോയാണ്. ഇത് ബേബി പിങ്ക് ആണ് കേട്ടോ. ബേബി പിങ്ക് കളറാണ്. ഇത് നമ്മളെ സ്കൈ ബ്ലൂ ആണ് കേട്ടോ. ഇത് ലാവൻഡർ ആണ് കേട്ടോ. ലൈറ്റായിട്ടുള്ളൊരു ബ്രൗൺ ആണ്. കണ്ടോ 128 ഗ്രാമായി. ഇത് ഏകദേശം എനിക്ക് തോന്നുന്നു 50 ബീഡ്സ് തന്നെ ഉണ്ടാവുള്ളൂ ആയിരിക്കും. എന്താ ഈ കണ്ട ബീഡ്സാണ് 128 ഗ്രാം കേട്ടോ. കാരണം 100 ഗ്രാം പറയുമ്പോൾ കുറച്ചേ ഇതിൽ വരുന്നുണ്ടാവുള്ളൂ. ഞാൻ കാണിച്ചെന്നല്ലോ, അത്ര ക്വാണ്ടിറ്റിയേ വരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ വാട്സപ്പ് മെസ്സേജ് അയക്കുക. എത്ര ഗ്രാമാണ്, ഏതൊക്കെ കളറാണെന്നുള്ള സ്ക്രീൻഷോട്ട് എടുത്ത് വിടുക. അല്ലാന്നുണ്ടെങ്കിൽ പേര് പറഞ്ഞാൽ മതി കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ. ഞാൻ എപ്പോഴും മറക്കും ഫസ്റ്റ് തന്നെ നിങ്ങളോട് ലൈക്ക് ചെയ്യാൻ പറയാൻ. അപ്പോൾ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. ലൈക്ക് ചെയ്തോളൂ. മറ്റൊരു വീഡിയോ ഉടൻ വരുന്നതാണ്. ടേക്ക് കെയർ, ബൈ.